നമസ്കാരം. DNA പ്രേക്ഷകർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ തന്നെയും എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രം അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് ഡയബറ്റിസ്. അപ്പോൾ ഡയബറ്റിസ് പ്രധാനമായിട്ട് ഇപ്പോൾ 3 രീതിയിലാണ് നമുക്ക് വേർതിരിക്കാവുന്നത്. ഒന്ന് ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്നത്. പിന്നെ ഡയബറ്റിസ് മെലിറ്റസ്, അത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുണ്ടാകുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാൻ പോകുന്നില്ല. എന്നാൽ തന്നെ നമുക്കിപ്പോൾ കോമൺ ആയിട്ട് വരുന്നത് ഡയബറ്റിസ് ടൈപ്പ് 2 എന്ന് പറയും. അതാണ് ഡയബറ്റിസ് മെലിറ്റസ്. അത് ഇപ്പം ഈ പ്രമേഹം നമ്മുടെ ജീവിത രീതി കൊണ്ടായാലും ഓവർ ഡ്രഗ്സം കൊണ്ടായിക്കഴിഞ്ഞാലും പിന്നെ ഈ കോവിഡിന് ശേഷം പ്രതിരോധശക്തി കുറഞ്ഞിട്ട്, അത് പ്രതിരോധശക്തി കുറഞ്ഞ് ഇതിൻ്റെ ബാഡ് ഇഫക്ട്സ് കൊണ്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നൊരു അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസ് ആണ്. അത് പാൻക്രിയാസിൻ്റെ ഡിസോർഡർ ഉണ്ടാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ബ്ലഡുണ്ട്. അതിൽ ബ്ലഡിൽ ഷുഗർ നോർമലായിട്ടുണ്ട്. അമിതമായിട്ട് വരുന്ന ഷുഗറിനെ അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസുലിൻ്റെ ജോലി. അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ഏത് കണ്ടീഷനും, ഇപ്പോൾ ക്യാൻസർ ഓഫ് ദ പാൻക്രിയാസ് ആയിക്കഴിഞ്ഞാലും ഇൻസുലിൻ ഉണ്ടാക്കും. പക്ഷേ ഏത് കണ്ടീഷനും ഇൻസുലിൻ പാൻക്രിയാസ് ഉണ്ടാക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ. നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല. അതിന് പല പല കാരണങ്ങളാണ്. ഇപ്പോൾ തന്നെ വളരെ ഷോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരായ കുട്ടികൾ, അതായത് വളരെ കുട്ടികൾ, ടീനേജേഴ്സ്, ഒരു 10-നും 15-നും അല്ലെങ്കിൽ 17-നും ഇടയ്ക്കുള്ള കുട്ടികൾക്കും ഡയബറ്റീസ് ഉണ്ട്. അതാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അവരുടെ ആ പ്രശ്നം വരുമ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബാക്കി എല്ലാം നമ്മുടെ ഏകദേശം ഇന്ത്യയിൽ എന്നുള്ള ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത് കേരളീയർക്ക് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് മെലിറ്റസ്. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതെല്ലാം വരുന്നത് എന്താണ്? എല്ലാം പ്രധാനമായിട്ട് വരുന്ന ആഹാരത്തിൽ നിന്നാണ്. അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കുക, പിന്നെ അമിതമായിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തന്നെയും നമുക്ക് കഴിയുന്നതും ഈ ക്രൗഡുള്ള ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല ക്രൗഡുള്ള ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ. അല്ലാതെയുള്ള ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാം തറവ് ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 500 രൂപ കൊടുത്തിട്ട് ബ്ലഡ് നോക്കണം. അത് കോമൺ ആയിട്ടുള്ള ബ്ലഡ്, അതിന് ബ്ലഡ് റൂട്ടിൽ നിന്ന് ലാബുകാർ പറയും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു തരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലറിയാം. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന എല്ലാം അറിയാം. മറ്റേ യൂറിനിൽ ഷുഗറിൻ്റെ അംശം കാണുന്നുണ്ടോ, പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അംശം കൂടിയിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാനേ പറ്റില്ല. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും പിന്നെ നമുക്ക് എന്താണ്, ഇപ്പോൾ ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർ ഈ പ്രധാനമായിട്ട് ആദ്യമേ തന്നെ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ്. അത് പാടില്ല. അവരാദ്യം നമ്മൾ അത്ര കണ്ടീഷൻ കൂടുതൽ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ വളരെ കൂടുതലല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്നു ആഹാര ക്രമീകരണം, ആഹാരം കൺട്രോൾ ചെയ്യാൻ പറയണം. അപ്പോൾ ഈ ആഹാരം കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടും വരും. പിന്നെ ഈ ഡയബറ്റീസ് മെലിറ്റസിൻ്റെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കും പ്രതിരോധ ശക്തി ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ വാക്സിനേഷൻ എടുക്കാത്ത ആരുമില്ല. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ COVID-19 ഈ ലോകത്തുള്ള സകല ആളുകൾക്ക് ഈ വൈറസ് ബാധിച്ചിട്ടുണ്ട്. ബാധിക്കാത്ത ആരുമില്ല, നമ്മളാരുമില്ല. ചില ആൾക്ക് അത് ലക്ഷണം കാണിക്കും, ചില ആൾക്ക് ലക്ഷണം കാണിക്കത്തില്ല. അതിന് ഈ കോവിഡിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു, അതായത് ഈ ആമസോൺ മരങ്ങളിൽ അവിടുത്തെ കാട്ടുജാതിക്കാർക്ക് ആരുമായിട്ട് ഒരു ബന്ധവുമില്ല, അവർക്ക് തന്നെ കോവിഡ് വന്നിരിക്കുന്നു. അപ്പോൾ എന്തുമാത്രം ഇഞ്ചൂറിയസ് ആ വൈറസ് എന്ന് ആലോചിച്ചോണം. അപ്പോൾ ഇതൊരിക്കലും ഇത് നമ്മൾ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏതെങ്കിലും പ്രത്യേക സെൻസിറ്റീവായിട്ടുള്ള ഓർഗൻസിനാണിത് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്നിൽ പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്യാൻ, ലിവറിനെ, പല സോക്കേടും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇപ്പം ഡയബറ്റീസ് ആയതുകൊണ്ട് നമുക്ക് ഡയബറ്റീസിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഈ ഡയബറ്റീസിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെയും, അത് ആഹാരം കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം
പിന്നെ വെജിറ്റബിൾസ്, അതായത് പിന്നെ ഫൈബറുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ നോക്കണം, അമിതമായിട്ടുള്ള മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക. പിന്നെ ഈ ഫൈബറുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമുക്ക് വർജിക്കാവുന്നതാണ്. പക്ഷേ അതിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയും, സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങെന്നാണ് മലയാളത്തിൽ, അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ഈ നാരുണ്ടായതുകൊണ്ട് അത് ഡയബറ്റീസിനും നല്ലതാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്ക് ആഹാരം കഴിക്കണ്ടേ. പിന്നെ അതുപോലെ ഈ ചെറുധാന്യങ്ങളുണ്ട്, ഈ റാഗി അതുപോലുള്ളത് നമുക്ക് മാക്സിമം കഴിക്കാം. പിന്നെ കഴിയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി പോലുള്ള ആഹാരങ്ങൾ നമ്മൾ വളരെ കുറയ്ക്കുക. പിന്നെ അരി ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാലഡ് ഉണ്ടാക്കി കോവയ്ക്ക, വെള്ളരിക്ക, ടൊമാറ്റോ എല്ലാം ചേർത്ത് നിങ്ങൾ നിറച്ച് കഴിച്ചോളൂ. ഏത് ഡയബറ്റീസ് ഉള്ളവർക്കും അത് നിറച്ച് കഴിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഒരു പേരിന് വേണ്ടി വല്ല തൈരോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഇത് നിങ്ങൾ ഏതൊക്കെ ആഹാരം കഴിക്കണമെന്ന് നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി നിങ്ങളിത് എല്ലാം ചോദിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. പക്ഷേ ഇത് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഏറ്റവും വലിയൊരു കുഴപ്പം വരാൻ പോകുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. അതായത് ഇത് ഞരമ്പിനെ ബാധിക്കും. അത് ഞരമ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു ഞരമ്പുകളുടെ സെല്ലുകൾ നശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഡയബറ്റീസ് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ടും ഹാർട്ടിനെയും കിഡ്നിയും ബാധിക്കും. പിന്നെ അപ്പോൾ നമ്മൾ അതും വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പോൾ പിന്നെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ന്യൂറോളജിക്കൽ ടെസ്റ്റ് ചെയ്ത് ഈ പിന്നെ ഞരമ്പിൻ്റെ ആ ബലക്കുറവ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിന് പല മെഷീൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ സെൻസിറ്റീവ്നെസ് കൊണ്ട് നമുക്ക് ഡോക്ടർ തന്നെ പറഞ്ഞു തരും, നിങ്ങൾക്കിപ്പോൾ ഇത്രയും വന്നിരിക്കുകയാണ്, അപ്പോൾ ഇന്ന രീതിയിലില്ല. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ് എല്ലാം ദിവസേന ഉപയോഗിക്കണം. പ്രത്യേകിച്ച് വൈറ്റമിൻ B12. എൻ്റെ ഒരു അറിവിന് വേണ്ടി അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇവന് ഈ ഡയബറ്റീസ് ന്യൂറോപ്പതിയുടെ വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ കാൽ രണ്ടും അങ്ങ് മരവിക്കും. ചില ആളുകൾ നടന്നു കഴിഞ്ഞാൽ അവരുടെ ഈ ചെരുപ്പൊക്കെ ഊരി പോകുന്ന പോലെ അവരറിയില്ല. പിന്നെ കാല് പൊക്കി വെച്ചുകൊണ്ട് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കും. കാല് നമ്മൾ വിചാരിക്കുന്ന പോലെ കാല് പൊങ്ങില്ല. ഇത് തട്ടി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ് തന്നെ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ തട്ടി വീണ്. അപ്പം അത് നമുക്ക് ഒഴിവാക്കുന്നതിനും ഇതൊരു പ്രധാന ഘടകമാണ്. ഡയബറ്റീസ് ന്യൂറോപ്പതി ആവുന്നതിന് മുമ്പ് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടേഴ്സിനെ കൊണ്ടെല്ലാം നോക്കിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പോൾ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഒരു കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ കോംപ്ലിക്കേഷൻ വേറെ ഒന്നുമില്ല. പിന്നെ ഡയബറ്റീസിൻ്റെ ഏതെങ്കിലും പിന്നെ വൂൺസ്, അതായത് മുറിവ് വന്നു കഴിഞ്ഞാൽ, ഇതുള്ള ആൾക്ക് മുറിവ് കഴിഞ്ഞാൽ അത് പോവില്ല. കാരണം 2 റീസണാണ്. ഒന്ന് ഷുഗറിൻ്റെ, രണ്ടാമത് ഞരമ്പ്. അപ്പോൾ ഈ പറയപ്പെടുന്ന നമ്മുടെ പ്രത്യേക ശരീരത്തിൻ്റെ കാലിലും കയ്യിലും ആയിരിക്കും ആദ്യം ഈ മരവിപ്പ് വരുന്നത്. പിന്നെ ആ മരവിപ്പ് മേളിലോട്ട് കയറി വരും. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ പല പേഷ്യൻസ് വന്ന് അവരുടെ കാല് മുറിഞ്ഞാൽ പോലും നമ്മൾ അറിയില്ല. അവസാനം പഴുപ്പ് കയറുമ്പോഴത്തേക്കാണ് അറിയുന്നത്. അതുകൊണ്ടാണ് ചില കേസുകൾ ആംബ്യൂട്ടേഷൻ തന്നെ ആംബ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് മുറിക്കേണ്ട കേസുകൾ വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിന് നമുക്ക് പിന്നെ പ്രതിവിധിയുണ്ട്. അത് ചില ഡോക്ടേഴ്സ് അതേപ്പറ്റി കഴിയുന്നത് അത് ഒഴിവാക്കും. പിന്നെ ചില ഒഴിവാക്കാൻ വയ്യാത്ത കണ്ടീഷൻ മാത്രമേ ആംബ്യൂട്ടേഷൻ ചെയ്യാറുള്ളൂ. പക്ഷേ അതും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്ത് കോംപ്ലിക്കേഷനാണെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ അവയവം വരെ മുറിച്ച് മാറ്റേണ്ടി വരും. ചില 2 കാലം മുറിച്ചിട്ടുള്ള കേസുകളുണ്ട്. കാരണം മുറിവൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനകത്ത് പുഴു വരെ കയറുന്നത് നമുക്ക് കാണാം. അത് മറ്റൊരു രീതിയാണ്. പക്ഷെ എന്നാൽ തന്നെ ഒരു ഡയബറ്റീസ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ കുട്ടികളായിക്കഴിഞ്ഞാൽ തന്നെ ആദ്യമേ ഏത് ഡോക്ടർ ആയിക്കഴിഞ്ഞാലും അവരുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യിക്കണം. പ്രത്യേകിച്ച് ഷുഗറിൻ്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യിച്ചോണം. അതുപോലെ ന്യൂറോളജി. പിന്നെ അവർക്ക് വേണ്ടത്, അതായത് ഇതിനെല്ലാം വേണ്ടുന്നത് വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ് എല്ലാം വേണം. പിന്നെ പ്രതിരോധശക്തി വർദ്ധിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കോഎൻസൈം Q10 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രതിരോധശക്തി മാക്സിമം ഉണ്ടാവും. ഹാർട്ടിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം, കിഡ്നിയുടേത് ഒഴിവാക്കാം. പിന്നെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രതിരോധശക്തി വരുന്നതുകൊണ്ട് ഒഴിവാക്കാം. പിന്നെ അത് മാത്രമല്ല, ഈ വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഡയബറ്റിക്സ് പേഷ്യൻറ്റിന് പ്രധാനമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. അത് ഹാർട്ട് അറ്റാക്ക് സൈലൻ്റ് ഹാർട്ട് അറ്റാക്കാണ്, അറിയത്തില്ല. നമ്മൾ അറിയത്തില്ല, ഒരു രോഗി ഒരാൾ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റപ്പം വിളിച്ചിട്ട് എണീക്കുന്നില്ല. കാരണം സൈലൻ്റ് ഹാർട്ട് അറ്റാക്കാണ്. അതറിയാൻ വയ്യാത്ത ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പ് മുഴുക്ക മരവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല. ആൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയത്തില്ല. അപ്പോൾ അത്രയ്ക്കുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ് ഈ ഡയബറ്റീസ്. അതുകൊണ്ട് നമ്മൾ ഡയബറ്റീസ് സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ കോംപ്ലിക്കേഷനും ഇല്ല. ചില ആൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ എടുക്കും, അവർക്ക് വേണ്ടുന്ന പായസം അത് ഇത് എല്ലാം പോവും, എല്ലാ സദ്യക്കും പോവും. പക്ഷെ അതൊരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, അത് നമുക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് ചില ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ തനിയെ തന്നെ ഇതെല്ലാം വാങ്ങിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സദ്യക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ ഒരു ഗുളിക കഴിക്കണം, അവർ 2-3 കഴിക്കും. പിന്നെ അതൊരു കോംപ്ലിക്കേഷനാണ്. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമാണ്. ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാലും അറ്റാക്ക് വരും, ഹാർട്ട് അറ്റാക്ക് വരും. കൂടിയാലും അറ്റാക്ക് വരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് കാര്യം ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്ന അത്രയും ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ വളരെ ഡയറ്റാണ് ഏറ്റവും നമ്മുടെ ആഹാരം നിയന്ത്രിച്ച് അത്യാവശ്യത്തിനുള്ള മരുന്നും കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് വൈകിട്ട് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്നാൽ തന്നെയും ഞാനിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഡയബറ്റോളജി ആൻഡ് ഹാർട്ടാണ്. അപ്പോൾ ഹാർട്ടെന്ന് പറഞ്ഞാൽ ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ഈവൻ ആൻജിയോഗ്രാം പോലും ഒഴിവാക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമാണ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. നമ്മളുടെ സെൻറ്ററിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.